ഹോസിയ അധ്യായം 9. ഇസ്രായേലിന് ശിക്ഷ. ഇസ്രായേൽ, നീ സന്തോഷിക്കേണ്ട, ജനതകളെപ്പോലെ ആഹ്ലാദിക്കേണ്ട. നീ നിന്റെ ദൈവത്തെ പരിത്യജിച്ച് പരസംഗത്തിലേർപ്പെട്ടു. എല്ലാ മെതിക്കളത്തിലും നീ വേശ്യാവേദനം അഭിലഷിച്ചു. മെതിക്കളവും മുന്തിരിച്ചക്കും അവരെ പോറ്റുകയില്ല. അവർക്ക് പുതുവീഞ്ഞ് ലഭിക്കുകയില്ല. അവർ കർത്താവിൻ്റെ ദേശത്ത് വസിക്കുകയില്ല. എഫ്രായിം ഈജിപ്തിലേക്ക് മടങ്ങും. അസീറിയയിൽ വെച്ച് അവർ അശുദ്ധ ഭക്ഷണം കഴിക്കും. അവർ കർത്താവിന് വീഞ്ഞ് നൈവേദ്യമായി ഒഴുക്കുകയില്ല. തങ്ങളുടെ ബലികൾ കൊണ്ട് അവിടുത്തെ പ്രസാദിപ്പിക്കുകയുമില്ല. അവരുടെ ആഹാരം വിലാപകരുടേത് പോലെയായിരിക്കും. അത് ഭക്ഷിക്കുന്നവരെല്ലാവരും മലിനരാക്കപ്പെടും. അവരുടെ ആഹാരം വിശപ്പടക്കാൻ മാത്രമേ ഉണ്ടാവൂ. അത് കർത്താവിൻ്റെ ഭവനത്തിൽ അർപ്പിക്കപ്പെടുകയില്ല. നിശ്ചിത തിരുനാളിലും കർത്താവിൻ്റെ ഉത്സവ ദിനത്തിലും നിങ്ങൾ എന്ത് ചെയ്യും? നാശത്തിൽ നിന്ന് അവർ ഓടിയകലുന്നു. ഈജിപ്ത് അവരെ ഒരുമിച്ച് കൂട്ടും. മെംഫിസ് അവരെ സംസ്കരിക്കും. അവരുടെ വിലപിടിപ്പുള്ള വെള്ളി സാധനങ്ങൾ കൊടുത്തുവ കരസ്ഥമാക്കും. അവരുടെ കൂടാരങ്ങളിൽ മുൾച്ചെടികൾ വളരും. ശിക്ഷയുടെ ദിനങ്ങൾ വന്നു കഴിഞ്ഞു. പ്രതികാരത്തിൻ്റെ ദിനങ്ങൾ ആഗതമായി. ഇസ്രായേൽ അത് അനുഭവിച്ചറിയും. നിന്റെ വലിയ അപരാധവും വിദ്വേഷവും നിമിത്തം പ്രവാചകൻ നിങ്ങൾക്ക് വിഡ്ഢിയായി. ആത്മാവിനാൽ പ്രചോദിതനായവൻ ഭ്രാന്തനായി. എൻ്റെ ദൈവത്തിൻ്റെ ജനമായ എഫ്രായിമിൻ്റെ കാവൽക്കാരനാണ് പ്രവാചകൻ. എങ്കിലും അവൻ്റെ വഴികളിൽ കെണിവച്ചിരിക്കുന്നു. അവൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വിദ്വേഷം കുടികൊള്ളുന്നു. ഗിബെയയിലെ ദിനങ്ങളിലൊന്ന് എന്ന പോലെ അവർ അത്യന്തം ദുഷിച്ചു പോയിരിക്കുന്നു. അവിടുന്ന് അവരുടെ അകൃത്യം ഓർമ്മിക്കും. അവരുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകും. മരുഭൂമിയിൽ മുന്തിരി എന്ന പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി. അത്തിവൃക്ഷത്തിലെ ആദ്യകാല ഫലം പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. എന്നാൽ ബാൽപയോറിലെത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ബാലിന് പ്രതിഷ്ഠിച്ചു. അവർ സ്നേഹിച്ച വസ്തുവിനെ പോലെ അവരും മ്ലേച്ഛമായി തീർന്നു. എഫ്രായിമിൻ്റെ മഹത്വം പക്ഷിയെപ്പോലെ പറന്നകലും. അവിടെ ജനനമോ ഗർഭമോ ഗർഭധാരണമോ ഉണ്ടാവില്ല. അവർ കുട്ടികളെ വളർത്തിയാൽ തന്നെ ആരും അവശേഷിക്കാത്ത വിധം അവരെ ഞാൻ സന്താനരഹിതരാക്കും. ഞാൻ അവരിൽ നിന്ന് അകലുമ്പോൾ അവർക്ക് ദുരിതം. എഫ്രായിമിൻ്റെ സന്തതികളെ ശത്രുക്കൾക്കിരയാകാൻ ഒഴിഞ്ഞുവെക്കപ്പെട്ടവരായി ഞാൻ കാണുന്നു. എഫ്രായിമിന് തൻ്റെ പുത്രിമാരെ കൊലക്കളത്തിലേക്ക് നയിക്കേണ്ടി വരും. കർത്താവെ, അവർക്ക് കൊടുക്കുക. അങ്ങ് എന്ത് കുടിക്കും? അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങളും കൊടുക്കുക. അവരുടെ അകൃത്യങ്ങളെല്ലാം ഗിൽഗാലിൽ ആരംഭിച്ചു. അവിടെ വച്ച് ഞാൻ അവരെ വെറുക്കാൻ തുടങ്ങി. അവരുടെ അകൃത്യങ്ങൾ നിമിത്തം എൻ്റെ ഭവനത്തിൽ നിന്ന് അവരെ ഞാൻ ആട്ടിപ്പുറത്താക്കും. ഞാൻ അവരെ മേലിൽ സ്നേഹിക്കുകയില്ല. അവരുടെ പ്രഭുക്കന്മാർ ധിക്കാരികളാണ്. എഫ്രായിമിനെ മുറിവേറ്റു. അവരുടെ വേരുകൾ ഉണങ്ങിപ്പോയി. അവർ ഇനി ഫലം പുറപ്പെടുവിക്കുകയില്ല. അവർക്ക് മക്കളുണ്ടായാൽ തന്നെ ആരും അസന്താനങ്ങളെ ഞാൻ വധിക്കും. എൻ്റെ ദൈവം അവരെ പുറന്തള്ളും. കാരണം അവർ അവിടുത്തെ വാക്ക് കേട്ടില്ല. അവർ ജനതകളുടെ ഇടയിൽ അലഞ്ഞു തിരിയും. ഹോസിയ അധ്യായം 10. വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെടും. സമൃദ്ധമായ ഫലം നൽകുന്ന ഒരു മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ. ഫലമേറുന്നതനുസരിച്ച് അവൻ ബലിപീഠങ്ങളും വർദ്ധിപ്പിച്ചു. രാജ്യം അഭിവൃദ്ധിപ്പെടുന്നതിനൊത്ത് സ്തംഭങ്ങൾക്ക് ഭംഗിയേറ്റി. അവരുടെ ഹൃദയം വഞ്ചന നിറഞ്ഞതാണ്. അതിനാൽ അവർ ശിക്ഷയേൽക്കണം. കർത്താവ് അവരുടെ ബലിപീഠങ്ങൾ തട്ടിയുടക്കും. സ്തംഭങ്ങൾ നശിപ്പിക്കും. അവർ പറയും, കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് രാജാവില്ലാതായി. ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അവന് എന്ത് ചെയ്യാൻ സാധിക്കും? അവർ വ്യർത്ഥഭാഷണം നടത്തുന്നു. പൊള്ളവാക്കുകൾ കൊണ്ട് അവർ ഉടമ്പടി ചെയ്യുന്നു. ഉഴവുചാലുകളിൽ വിഷമുള്ള കളകൾ മുളയ്ക്കുന്നത് പോലെ വ്യവഹാരങ്ങൾ പൊന്തിവരുന്നു. ബെതാവിനിലെ കാളക്കുട്ടിയെ ചൊല്ലി സമരിയ നിവാസികൾ ഭയചകിതരാകും. അവിടുത്തെ ജനം അതിനെ ഓർത്ത് വിലപിക്കും. വിഗ്രഹാരാധകരായ പുരോഹിതന്മാർ അതിൻ്റെ നഷ്ടപ്പെട്ട മഹത്വമോർത്ത് പൊട്ടിക്കരയും. മഹാരാജാവിന് പാരിതോഷികമായി അവർ അസീറിയയിലേക്ക് കൊണ്ടുപോകും. എഫ്രായിം നിന്ദാപാത്രമാകും. ഇസ്രായേൽ തൻ്റെ വിഗ്രഹത്തെ ഓർത്ത് ലജ്ജിക്കും. വെള്ളത്തിൽ വീണ കമ്പ് പോലെ സമരിയ രാജാവ് ഒലിച്ചു പോകും. ഇസ്രായേലിൻ്റെ പാപഹേതുക്കളായ ആ വന്നിലെ പൂജഗിരികൾ നശിപ്പിക്കപ്പെടും. അവരുടെ ബലിപീഠങ്ങൾ മുള്ളുകളും ഞെരിഞ്ഞിരികളും വളരും. ഞങ്ങളെ മൂടുക എന്ന് പർവ്വതങ്ങളോടും ഞങ്ങളുടെ മേൽ പതിക്കുക എന്ന് കുന്നുകളോടും അവർ പറയും. ഗിബെയയിലെ ദിനങ്ങൾ മുതൽ ഇസ്രായേൽ പാപം ചെയ്തു. അവിടെ അത് തുടർന്നു. ഗിബെയയിൽ വച്ച് തന്നെ യുദ്ധം അവരെ പിടികൂടുകയില്ലേ?
തന്നിഷ്ടക്കാരായ ജനത്തെ ശിക്ഷിക്കാൻ ഞാൻ വരും. തങ്ങളുടെ ഇരുതിന്മകൾക്ക് അവർ ശിക്ഷിക്കപ്പെടുമ്പോൾ ജനതകളെ അവർക്കെതിരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. മെതിക്കാൻ ഇഷ്ടമുള്ള പരിശീലനം സിദ്ധിച്ച പശുക്കുട്ടിയായിരുന്നു എഫ്രായിം. ഞാൻ അവളുടെ അഴകുള്ള കഴുത്തിൽ നുകം വെച്ചില്ല. എന്നാൽ ഞാൻ എഫ്രായിമിന് നുകം വയ്ക്കും. യൂദ നിലമുഴണം, യാക്കോബ് കട്ട ഉടയ്ക്കണം. നീതി വിതയ്ക്കുവിൻ, കാരുണ്യത്തിൻ്റെ ഫലങ്ങൾ കൊയ്യാം. തരിശു നിലം ഉഴുതുമറിക്കുവിൻ. കർത്താവിനെ തേടാനുള്ള സമയമാണിത്. അവിടുന്ന് വന്ന് ഞങ്ങളുടെ മേൽ രക്ഷ വർഷിക്കട്ടെ. നിങ്ങൾ അധർമ്മം ഉഴുത് അനീതി കൊയ്തെടുത്തു. വ്യാജത്തിൻ്റെ ഫലം നിങ്ങൾ ഭുജിച്ചു. രഥങ്ങളിലും പടയാളികളുടെ പെരുപ്പത്തിലുമാണ് നിങ്ങൾ പ്രത്യാശ വച്ചത്. അതിനാൽ നിന്റെ ജനത്തിൻ്റെ ഇടയിൽ യുദ്ധാരവം ഉയരും. ഷാൽമാൻ ബത്ത് അർബേലിനെ നശിപ്പിക്കുകയും അമ്മമാരെ കുഞ്ഞുങ്ങളോടൊപ്പം നിലത്തടിച്ച് കൊല്ലുകയും ചെയ്ത യുദ്ധദിനത്തിലെന്ന പോലെ നിന്റെ എല്ലാ കോട്ടകളും തകർക്കപ്പെടും. ഇസ്രായേൽ ഭവനമേ, നിങ്ങളുടെ കൊടിയ തിന്മ നിമിത്തം നിങ്ങളോട് ഞാൻ ഇപ്രകാരം പ്രവർത്തിക്കും. പ്രഭാതത്തിൽ തന്നെ ഇസ്രായേൽ രാജാവ് ഉന്മൂലനം ചെയ്യപ്പെടും. ഹോസിയ അധ്യായം 11. തിരസ്കരിക്കപ്പെട്ട സ്നേഹം. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഞാൻ അവരെ അടുക്കലേക്ക് വിളിക്കുന്തോറും അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്. അവർ ബാൽദേവന്മാർക്ക് ബലിയും വിഗ്രഹങ്ങൾക്ക് ധൂപവും അർപ്പിച്ചു പോന്നു. എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ച ഞാനാണ്. ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു. എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിൻ്റെ കയർ തന്നെ. ഞാൻ അവർക്ക് താടിയലിൽ നിന്ന് നുകമയച്ചു കൊടുക്കുന്നവനായി. ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. അവർ ഈജിപ്ത് ദേശത്തേക്ക് മടങ്ങും. അസീറിയ അവരുടെ രാജാവാകും. കാരണം എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാൻ അവർ വിസമ്മതിച്ചു. വാൾ അവരുടെ നഗരങ്ങൾക്കെതിരെ ആഞ്ഞു വീശും. നഗര കവാടങ്ങളുടെ ഓടാമ്പലുകൾ അത് തകർക്കും. കോട്ടകൾക്കുള്ളിൽ വെച്ച് അവരെ അത് വിഴുങ്ങും. എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു. അതുകൊണ്ട് അവർക്ക് നുകം വച്ചിരിക്കുന്നു. ആരും അതെടുത്തു മാറ്റുകയില്ല. എഫ്രായിം, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ഞാൻ നിന്നെ എങ്ങനെ അദ്മായെ പോലെയാക്കും? സെബോയിമിനോടെന്ന പോലെ നിന്നോട് എങ്ങനെ പെരുമാറും? എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു. എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു. ഞാൻ എൻ്റെ ഉഗ്രകോപം നടപ്പാക്കുകയില്ല. എഫ്രായിമിനെ വീണ്ടും നശിപ്പിക്കുകയില്ല. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ. ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വരികയില്ല. അവർ കർത്താവിൻ്റെ പിന്നാലെ പോകും. അവിടുന്ന് സിംഹത്തെ പോലെ ഗർജിക്കും. അതെ, അവിടുന്ന് ഗർജിക്കും. അപ്പോൾ അവിടുത്തെ പുത്രന്മാർ പടിഞ്ഞാറ് നിന്ന് പേടിച്ചു വിറച്ചു വരും. ഈജിപ്തിൽ നിന്ന് പക്ഷികളെ പോലെയും അസീറിയ ദേശത്ത് നിന്ന് പ്രാവുകളെ പോലെയും അവർ തിടുക്കത്തിൽ വരും. ഞാൻ അവരെ സ്വഭവനങ്ങളിലെത്തിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. എഫ്രായിം വ്യാജം കൊണ്ടും ഇസ്രായേൽ ഭവനം വഞ്ചന കൊണ്ടും എന്നെ വലയം ചെയ്തിരിക്കുന്നു. എന്നാൽ യൂദായെ ഇന്നും ദൈവം അറിയുന്നു. അവൻ പരിശുദ്ധനായവനോട് വിശ്വസ്തത പുലർത്തുന്നു. ഹോസിയ അധ്യായം 12. ഇസ്രായേലിൻ്റെ പാപങ്ങൾ. എഫ്രായിം കാറ്റിനെ മേയ്ക്കുന്നു. ദിവസം മുഴുവൻ കിഴക്കൻ കാറ്റിനെ അനുധാവനം ചെയ്യുന്നു. അവർ വ്യാജവും അക്രമവും വർദ്ധിപ്പിക്കുന്നു. അസീറിയയുമായി ഉടമ്പടി ചെയ്യുന്നു. ഈജിപ്തിലേക്ക് എണ്ണ കൊണ്ടുപോകുന്നു. കർത്താവിന് യൂദായ്ക്കെതിരെ ഒരു ആരോപണമുണ്ട്. യാക്കോബിനെ അവൻ്റെ മാർഗങ്ങൾക്കനുസൃതമായി അവിടുന്ന് ശിക്ഷിക്കും. അവന് പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകും. ഉദരത്തിൽ വെച്ച് അവൻ സഹോദരൻ്റെ കുതികാൽ പിടിക്കും. പുരുഷപ്രായമായപ്പോൾ അവൻ ദൈവത്തോട് പൊരുതി. അവൻ ദൈവദൂതനോട് പൊരുതി ജയിച്ചു. കരഞ്ഞ് അവൻ്റെ അനുഗ്രഹം യാചിച്ചു. ബഥേലിൽ വെച്ച് അവൻ ദൈവത്തെ ദർശിച്ചു. അവിടെ വെച്ച് ദൈവം അവനോട് സംസാരിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെന്നാണ് അവിടുത്തെ നാമം. ആകയാൽ നിന്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക. നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക. നിന്റെ ദൈവത്തിനു വേണ്ടി നിരന്തരം കാത്തിരിക്കുക. കയ്യിൽ കള്ളത്തുലാസുള്ള വ്യാപാരി മർദ്ദനപ്രിയനാണ്. എഫ്രായിം പറഞ്ഞു, ഞാൻ ധനവാനാണ്. ഞാൻ എനിക്ക് വേണ്ടി ധനം സമ്പാദിച്ചു. എന്നാൽ അവൻ്റെ സമ്പത്ത് എല്ലാം കൊടുത്താലും അവൻ്റെ തിന്മയ്ക്ക് പരിഹാരമാവുകയില്ല. നീ ഈജിപ്ത് ദേശത്തായിരുന്ന നാൾ മുതൽ ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. പഴയ നാളുകളിൽ എന്ന പോലെ നിങ്ങളെ ഞാൻ വീണ്ടും കൂടാരങ്ങളിൽ വസിപ്പിക്കും.
ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ചു, ദർശനത്തിനു മേൽ ദർശനമരുളിയതും പ്രവാചകന്മാർ വഴി അന്യോപദേശങ്ങൾ നൽകിയതും ഞാനാണ്. ഗിലെയാദിൽ അകൃത്യമില്ലേ? അവർ ശൂന്യതയിലാഴും. ഗിൽഗാലിൽ അവർ കാലകളെ ബലി കഴിക്കുന്നില്ലേ? അവരുടെ ബലിപീഠങ്ങൾ വയലിലെ ഉഴുവുചാലിലുള്ള കൽക്കൂമ്പാരങ്ങൾ പോലെ ആയിത്തീരും. യാക്കോബ് ആരാം ദേശത്തേക്ക് പലായനം ചെയ്തു. അവിടെ ഇസ്രായേൽ ഭാര്യയെ നേടാൻ ജോലി ചെയ്തു. ഭാര്യയെ സമ്പാദിക്കാൻ വേണ്ടി അവൻ ആടുകളെ മേയിച്ചു. ഒരു പ്രവാചകൻ വഴി കർത്താവ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു പ്രവാചകനാൽ അവർ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. എഫ്രായിം കഠിനമായ പ്രകോപനമുണ്ടാക്കി. ആകയാൽ രക്തത്തിനുള്ള ശിക്ഷ കർത്താവ് അവൻ്റെ മേൽ ചൊരിയും. അവൻ്റെ നിന്ദനങ്ങൾ അവനിലേക്ക് തന്നെ തിരിച്ചു ചെല്ലും.